പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ അടിയനെ ദൈവം കൃപ ചെയ്തനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസ് 5:7 ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന്. അവൻ എന്നാൽ യേശു കർത്താവായ ദൈവം നമ്മെ കരുതുന്നവനാണെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ കരുതുന്നതായ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നാം ഭാരത്താൽ, പ്രയാസത്താൽ, വേദനയാൽ, കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ ഹൃദയ നുറുക്കത്തോടെ കടന്നു പോവുകയാണെങ്കിൽ ആ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ കരുതി നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ആ നമ്മെ ആകുലപ്പെടുത്തുന്നതായ ആ ചിന്തകളെ എല്ലാം കർത്താവിന് നിസ്സാരമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നത്. കർത്താവിനെ നാം മുറുകെ പിടിക്കുക. നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നാം മനസ്സിലാക്കി ഈ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ചിന്താകുലങ്ങളെ, നമ്മെ ചിന്തിപ്പിച്ച് പിശാച് നമ്മളെ തകർക്കുവാൻ നോക്കുന്നതായ ആ വിഷയത്തെ, എന്തു ആകട്ടെ, എന്ത് തന്നെ ആകട്ടെ, ഏത് വിഷയവുമാകട്ടെ, ആ വിഷയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ കരുതുന്നവനാണ്. ആ കരുതുന്ന കർത്താവ് ആ വിഷയങ്ങൾക്ക് വിടുതൽ നൽകി നമുക്ക് പൂർണ്ണമായ ജയം ആ വിഷയങ്ങളുടെ മേൽ നൽകി പിശാചിന് നമ്മെ തോൽപ്പിക്കുവാൻ കഴിയാതെ പിശാചിൻ്റെ മുമ്പിൽ ജയാളിയായി മാറുവാൻ നമ്മെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മെ ആകുലപ്പെടുത്തുന്ന ഏത് വിഷയവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് നമ്മെ വഴി നടത്തുന്ന വിധങ്ങൾ നമ്മെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. ദൈവമക്കളെ, കർത്താവിൽ ഭരമേൽപ്പിക്കുക നമ്മുടെ സകല ഭാരങ്ങളും. കർത്താവ് കരുതുന്നവനാണ്. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് കരുതുന്നവനാണ്. ആ കരുതുന്നവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് കർത്താവ് നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയങ്ങളെ ഏൽപ്പിച്ചിട്ട് നാം ചിന്തകളെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ഹാപ്പി ആയിട്ട്, കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ മക്കൾ എപ്പോഴും സന്തോഷിക്കുവാനാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ട് നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമ്മെ ആകുലപ്പെടുത്തുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ തകർക്കുവാൻ നോക്കുന്ന, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ഒക്കെ തകർക്കുവാൻ നോക്കുന്നതായ ആ പിശാചിൻ്റെ തന്ത്രത്തെ മനസ്സിലാക്കിയിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നാം എപ്പോഴും ഹാപ്പിയായിട്ട് സന്തോഷമുള്ളവരായിട്ട് ഇരിക്കുവാൻ നാം ശ്രമിക്കണം. കർത്താവിൽ ആശ്രയിക്കുക. വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക. കർത്താവിൻ്റെ മക്കളാണോ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായി ജീവിക്കുക. പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്, പക്ഷേ കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആ പ്രശ്നങ്ങളെ എല്ലാം മറക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് എന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, കർത്താവ് എന്നെ വഴി നടത്തും എന്നുള്ള ഉറപ്പ്, കർത്താവ് നമുക്ക് കൂടെ ഇരുന്ന് നമ്മളെ കരുതുന്നവനാണ്. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല എന്നുള്ള ആ ഉറപ്പോടുകൂടി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരത്തെ നൽകുന്നത് നമുക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിക്കുക, കർത്താവിനെ
വിഷയത്തെ അല്ല, ആ വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷമുള്ളവരായി ഇരിക്കുക. കർത്താവിൻ്റെ മക്കളാണോ, എപ്പോഴും സന്തോഷമായി കർത്താവിൽ സന്തോഷിക്കുന്നവരായി ഇരിപ്പാൻ നിങ്ങൾ ശ്രമിക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക.